ഇന്ന് ശനിയാഴ്ചയായിട്ട് ഉച്ചയ്ക്ക് വാഴയിലയിൽ പൊതിഞ്ഞ പൊതിച്ചോറായാലോ. അങ്ങനെ ഓടിപ്പോയൊരു വാഴയില വെട്ടിക്കൊണ്ടുവന്നു. ഗ്യാസ് കത്തിച്ചു, വാഴയില വാട്ടിയെടുത്തു. നല്ല രീതിയിൽ വാട്ടിയതിന് ശേഷം വാഴയിലേക്ക് ചെറു ചൂടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എല്ലാം ഫുള്ള് തൂത്ത് പിടിപ്പിക്കണം ഈ വെളിച്ചെണ്ണ. അപ്പോഴ് ഈ ചൂടുണ്ടായതുകൊണ്ട് ഇത് രണ്ടും കൂടി ഇരുന്ന ഒരു മണമുണ്ട് ഈ വെളിച്ചെണ്ണ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ അതെന്നെ പൊളിയാണെന്നറിയാമോ. അതിനുശേഷം നമ്മൾ നല്ല വെള്ളയരി ചോറാണ് ഇട്ടതിന്ന്. അങ്ങനെ വെള്ളയരി ചോറ് ഒരു 2-2.5 തവി അടുപ്പിച്ച് നമ്മൾ ഇലയിലേക്ക് വിളമ്പിയതിന് ശേഷം മൊത്തത്തിൽ ഒന്ന് നീക്കി പറ്റിച്ച് വെച്ചു. അതിനുശേഷം മുളക് തീയലായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇന്നത്തെ മെയിൻ കറി മുളക് തീയലാണ്. അങ്ങനെ മുളക് തീയൽ എടുത്ത് വെച്ചു. പിന്നീട് ഇഞ്ചിയൊക്കെ വെച്ച് അരച്ച ഒരു ഉണ്ട ചമ്മന്തി എടുത്ത് വെച്ചു. അതിലേക്ക് ഇന്ന് വെണ്ടയ്ക്ക കുനുകുനെ അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞാണ് മെഴുക്ക് പുരട്ടിയിരിക്കുന്നത്. വല കെട്ടാതെയാണ് നമ്മൾ മെഴുക്ക് പുരട്ടി എടുത്തത്. പിന്നീട് മാങ്ങാച്ചാറ് ഇതിലേക്ക് വെച്ചു. അപ്പോഴാണ് ആലോചിച്ചത് ഒരു മുട്ടയും കൂടെ ആയാലോ എന്ന്. അങ്ങനെ പോയിട്ട് ഒരു മുട്ട ബുൾസൈ അടിച്ച് 2 സൈഡും വേവിച്ചു. പക്ഷെ ഉണ്ണി പൊട്ടാതെയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് എന്നിട്ട് അത് വേവാൻ വെച്ചതിന് ശേഷം നമ്മൾ 3 മീൻ പൊരിച്ചത്, ചൂര മീൻ വറുത്തതായിരുന്നു. പിന്നീട് നമ്മൾ പോയിട്ട് മുട്ട തിരിച്ചിട്ടു. മുട്ട കൊണ്ടുവന്ന് നമ്മുടെ വാഴയിലയിലേക്ക് വെച്ചു, പൊതിച്ചോറിലേക്ക് വെച്ചു. അതിനുശേഷം നമ്മൾ പൊതിച്ചോറ് കെട്ടാൻ പോവുകയാണ്. പിന്നീട് നമുക്ക് സാമ്പാർ ഉണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഉള്ള സാമ്പാറാണ്. അത് നമ്മൾ ലഞ്ചിൻ്റെ കൂടെയും എടുത്തിട്ടുണ്ട്. അങ്ങനെ സാമ്പാറും കൂടെ എടുത്ത് കൊണ്ടുവച്ചു. പിന്നെ അതിനുശേഷം ഒരു 1 അവർ കഴിഞ്ഞ് നമ്മൾ വാഴയില പൊതിച്ചോറ് തുറന്നപ്പോൾ നമ്മുടെ കയ്യിൽ എണ്ണയൊക്കെ അടിയിൽ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടായത് എന്നാ മണമായിരുന്നെന്നറിയാമോ. അതിലേക്ക് നമ്മൾ കുറച്ച് ചമ്മന്തിയും വെണ്ടയ്ക്ക മെഴുക്കും മുട്ട പൊരിച്ചതും മാങ്ങാച്ചാറും മീൻ വറുത്തതും കൂടെ എടുത്ത് വെച്ചിട്ട് ഒരു പിടി വായിലേക്ക് വെച്ച എൻ്റെ സാറേ